ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സാധാരണയായിട്ട് ഇലക്ട്രിക് ടു വീലേഴ്സിൻ്റെയും ഇലക്ട്രിക് ഫോർ വീലേഴ്സിൻ്റെയും ഡാറ്റയാണ് ഈ ചാനലിൽ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ത്രീ വീലേഴ്സിൻ്റെ കൂടെ ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ടോട്ടലായിട്ട് ഇലക്ട്രിക് മാത്രമല്ല എല്ലാ ഫ്യൂവൽ ഉപയോഗിച്ചും നമ്മുടെ ഇന്ത്യയിൽ സെയിലായിട്ടുള്ള വാഹനങ്ങളുടെ മൊത്തത്തിലുള്ള ലിസ്റ്റും ഒന്ന് പരിശോധിച്ച് നോക്കാം. വാഹൻ വെബ്സൈറ്റിൻ്റെ കണക്കനുസരിച്ച് 2025 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിൽ 99,771 ത്രീ വീലേഴ്സ് വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇതിൽ ഇലക്ട്രിക് വാഹനങ്ങൾ 62,533 വാഹനങ്ങളാണ്. ഇത് ടോട്ടൽ സെയിൽസിൻ്റെ 63% വരും. ഇനി CNG നോക്കുകയാണെങ്കിൽ 23,622 ത്രീ വീലേഴ്സ് വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇത് ടോട്ടൽ സെയിൽസിൻ്റെ 23% വരും. ഇനി ഡീസൽ നോക്കുകയാണെങ്കിൽ 10,899 വാഹനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഇത് ടോട്ടൽ സെയിൽസിൻ്റെ 11% വരുന്നത്. ഇനി LPG ത്രീ വീലർ നോക്കുകയാണെങ്കിൽ 2,235 വാഹനങ്ങളാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഇത് ടോട്ടൽ സെയിൽസിൻ്റെ 2% വരുന്നത്. ഇനി പെട്രോൾ വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ 475 വാഹനങ്ങൾ പെട്രോൾ ഫ്യൂൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളായിട്ട് നമ്മൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതേഴ്സ് എന്ന രീതിയിൽ 7 വാഹനങ്ങളും വിൽപ്പന നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇലക്ട്രിക് ത്രീ വീലേഴ്സിൻ്റെ ഒരു ഡാറ്റ എടുത്ത് പരിശോധിക്കാം. നമ്മൾ സാധാരണയായിട്ട് ടോപ്പ് 10 സെല്ലിംഗ് വെഹിക്കിൾസാണ് പരിശോധിക്കാറ്. പക്ഷേ ഇതിൽ നമ്മൾ മറ്റൊരു വാഹനം കൂടിയും പരിശോധിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, മോണ്ട്രയാണത്. മോണ്ട്രയുടെ പൊസിഷനുള്ളത് 23ാമത്താണ്. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്നതിൽ 23ാമത്തെ പൊസിഷനിലാണ് മോണ്ട്ര ഉള്ളത്. അപ്പോൾ നമുക്ക് മോണ്ട്രയുടെ കാര്യം പറയാതെ പറ്റില്ല. മോണ്ട്ര 499 വാഹനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്തിയിട്ടുള്ളത്. ടോപ്പ് 10 ലിസ്റ്റിൽ 10ാമത്തെ പൊസിഷനിൽ യൂണീക്ക് ഇൻ്റർനാഷണൽ എന്ന പേരുള്ള ഒരു വാഹന കമ്പനിയാണ്, ത്രീ വീലർ കമ്പനിയാണ്. ഏപ്രിൽ മാസത്തിൽ ഇവർ 1107 വാഹനങ്ങൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ ഇത് 911 വാഹനങ്ങളായിരുന്നു. 196 വാഹനങ്ങളുടെ അധിക വിൽപ്പനയിലൂടെ ഇവർക്ക് 21.5% വളർച്ച നേടാൻ സാധിച്ചു. ഈ ലിസ്റ്റിൽ 9ാമത്തെ പൊസിഷനിലുള്ളത് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള പിയാജിയോ ആണ്. പിയാജിയോ ആപ്പ എന്ന പേരിൽ ഒരുപാട് വാഹനങ്ങൾ ഡീസലിലും വിൽപ്പന നടത്തുന്നുണ്ട്. ഇവർ ഏപ്രിൽ മാസത്തിൽ 1143 വാഹനങ്ങളാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇവർക്ക് മാർച്ച് മാസത്തിൽ 3,308 വാഹനങ്ങൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. 65% ഇടിവാണ് ഇവർക്ക് വിൽപ്പനയിൽ ഈ കഴിഞ്ഞ മാസം നേരിടേണ്ടി വന്നത്. 8ാമത്തെ പൊസിഷനിലുള്ള വാഹന കമ്പനിയാണ് എനർജി ഇലക്ട്രിക് വെഹിക്കിൾസ്. 1,172 വാഹനങ്ങളാണ് ഇവർ ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്തിയിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 1,091 വാഹനങ്ങളായിരുന്നു. 81 വാഹനങ്ങളുടെ അധിക വിൽപ്പനയിലൂടെ ഇവർക്ക് 7.4% വളർച്ച നേടാൻ സാധിച്ചിട്ടുണ്ട്. 7ാമത്തെ പൊസിഷനിലുള്ള വാഹന കമ്പനിയാണ് JS ഓട്ടോ. JS ഓട്ടോയ്ക്ക് 1,173 വാഹനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 1,032 വാഹനങ്ങളായിരുന്നു. 141 വാഹനങ്ങളുടെ അധിക വിൽപ്പനയിലൂടെ ഇവർക്ക് 13.7% വളർച്ച നേടാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് 6ാമത്തെ പൊസിഷനിലുള്ള ഈ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്ത നമ്മുടെ TVSൻ്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ്. TVSന് 1,207 വാഹനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഇവരുടെ മാർച്ച് മാസത്തെ റിപ്പോർട്ട് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ അല്ല. അത് കാരണം നമുക്കൊരു കമ്പാരിസൺ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. 5ാമത്തെ പൊസിഷനിലുള്ളത് ദിലി ഇലക്ട്രിക് ഓട്ടോ എന്ന ഒരു വാഹന കമ്പനിയാണ്. ഇവർക്ക് 2025 ഏപ്രിൽ മാസത്തിൽ 1,758 വാഹനങ്ങളാണ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 1,273 വാഹനങ്ങളായിരുന്നു. 485 വാഹനങ്ങളുടെ അധിക വിൽപ്പനയിലൂടെ ഇവർക്ക് 38.1% വളർച്ച നേടാൻ സാധിച്ചിട്ടുണ്ട്. 4ാമത്തെ പൊസിഷനിലുള്ളത് സൈറ ഓട്ടോ എന്ന ഒരു ഇലക്ട്രിക് ഓട്ടോ കമ്പനിയാണ്. 1,795 വാഹനങ്ങളാണ് ഇവർ ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്തിയിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 2,231 വാഹനങ്ങളായിരുന്നു. 436 വാഹനങ്ങളുടെ കുറവാണ് ഇവരുടെ വിൽപ്പനയിൽ നേരിട്ടിട്ടുള്ളത്. 19.5% ഇടിവാണ് ഇവർക്കുണ്ടായിട്ടുള്ളത്. ടോപ്പ് 10 ലിസ്റ്റിൽ 3ാമത്തെ പൊസിഷനിലുള്ളത് YC ഇലക്ട്രിക് എന്ന ഒരു ത്രീ വീലർ കമ്പനിയാണ്. ഇവർക്ക് ഏപ്രിൽ മാസത്തിൽ 3,365 വാഹനങ്ങളാണ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തിലാണെങ്കിൽ ഇത് 3,451 വാഹനങ്ങളായിരുന്നു. 86 വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഇടിവാണ് ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അത്തരത്തിൽ 2.5% ഇടിവ് രേഖപ്പെടുത്തുന്നു. ടോപ്പ് 10 ലിസ്റ്റിൽ 2ാമത്തെ പൊസിഷനിലുള്ളത് ബജാജ് ഓട്ടോ ആണ്. ബജാജ് ഓട്ടോയ്ക്ക് 5,509 വാഹനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ ഇത് 5,293 വാഹനങ്ങളായിരുന്നു. 216 വാഹനങ്ങളുടെ അധിക വിൽപ്പനയിലൂടെ ഇവർക്ക് 4.1% വളർച്ച നേടാൻ സാധിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ വിൽപ്പനയിൽ 1ാം സ്ഥാനത്തുള്ളത് മഹീന്ദ്രയാണ്. മഹീന്ദ്രയ്ക്ക് 5,640 വാഹനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ മാർച്ച് മാസത്തിൽ ഇവർക്ക് 6,676 വാഹനങ്ങളുടെ വിൽപ്പന നടത്താൻ സാധിച്ചിരുന്നു. ഇവർക്ക് 1,036 വാഹനങ്ങളുടെ ഇടിവാണ് വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ 15.5% ഇടിവ് പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.